അനധികൃത നിർമ്മാണം മൂലം തിരുവനന്തപുരം വർക്കലയിലെ ക്ലിഫും പരിസരവും നാശത്തിന്റെ വക്കിലാണ്. നഗരസഭ അധികൃതരുടെ ഒത്താശയോടെ നിയമങ്ങൾ കാറ്റിൽ പറത്തി റിസോർട്ട് മാഫിയകൾ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാപനാശത്തെ ദുരിതത്തിലാഴ്ത്തി. ചെറിയൊരു മഴ പെയ്താൽ കുന്നുകൾ ഇടിഞ്ഞു താഴ്ന്ന സ്ഥിതിയിലാണ് നിലവിൽ വർക്കല. വർക്കല പാപനാശത്തിന് സമീപത്തുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കുന്നുകളിടിഞ്ഞ് തകരാൻ കാരണം. അധികൃതരുടെ ഒത്താശയോടെ നിയമങ്ങൾ കാറ്റിൽ പറത്തി റിസോർട്ട് മാഫിയകൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതു മുതലാണ് വർക്കല ബീച്ചുകൾക്ക് സമീപത്തുള്ള കുന്നുകളുടെ നാശം ആരംഭിച്ചത്. അതീവ പാരിസ്ഥിതികലോല പ്രദേശമായ വർക്കലയിൽ ഖനനമടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നിരിക്കെ റിസോർട്ട് ഉടമകൾ കെട്ടിപ്പടുത്തതാകട്ടെ നിരവധി അനധികൃത സൗധങ്ങളും. ഇതിന്റെ ഫലമാണ് ക്ലിഫിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ മണ്ണിടിച്ചിൽ. ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളാണ് ഈ പ്രദേശത്തിനുള്ളത്. അത് തന്നെയാണ് മാഫിയകൾ ചൂഷണം ചെയ്യുന്നതും. ക്ലിഫിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃത ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് വിമർശനം. അതേസമയം പാപനാശത്തെ അനധികൃത നിർമ്മാണത്തിനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പരസ്യം എഴുതിയതുകൊണ്ട് കാര്യമില്ല, സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും വി മുരളീധരൻ വിമർശിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരുപക്ഷെ ഒരേ ഒരു ചെങ്കൽ ക്ലിഫ്, ലേറ്ററൈറ്റ് ക്ലിഫ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഈ അപൂർവമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതം എന്ന് കണക്കാക്കപ്പെടുന്ന ഈ കുന്നുകൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് നടപടികൾ എടുക്കണം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പരസ്യം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ലോകമെമ്പാടും നിന്നും വരുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്നത് എന്തിനു വേണ്ടിയാണോ അവർ വരുന്നത് അത് സുരക്ഷിതമായിട്ട് കാണാനും സുരക്ഷിതമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അനധികൃത നിർമ്മാണത്തിനെതിരെ വർക്കല നഗരസഭയും മൗനം ഭജിക്കുകയാണെന്നാണ് വിമർശനം. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് ഇത്തരക്കാർക്ക് സഹായമാകുന്നത് എന്നും വിമർശനമുയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.